ജലം തേടിപ്പോയ ഒലീവ് പേര് നിരാശപ്പെട്ട് തിരിച്ചു നടക്കാനിടം നോക്കി. ശീതീകരിച്ച മുറിയിൽ അടുക്കി വെച്ച കൂറ്റൻ പെട്ടികളിലുള്ള കാവൽക്കാരൻ നിസ്സംഗമായ കൈകളോടെ വലിച്ചു. ഒരു ബലിമൃഗം അപ്പുറത്തുണ്ട്. കണ്ണിൽ നിഷേധ തീക്കനലെങ്കിലും കുറ്റിയിൽ തളയ്ക്കപ്പെട്ടു. ഞാൻ ഇല്ലാതാകുമ്പോഴും നീ കണ്ണീർ പൊഴിക്കണം. മരുഭൂമി ഒന്ന് നനയട്ടെ. ഈ യുദ്ധം ജയിച്ചാൽ തെരുവിലിറങ്ങി ആരെയെങ്കിലും ഒന്ന് ചുംബിക്കണം. അത് അനർഘം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പക്ഷി മതി മരത്തിന് സായുജ്യമാണ്. ഒരേ നാട്ടിലാണ് ഞാൻ താമസിപ്പോ കണ്ടതാണ്. ബസ് എന്റെ ഓർമ്മയിലുള്ള ബസ് നല്ല പുസ്തകമാണ്. രക്തം പുരണ്ട ഒരു പിടി മണ്ണാണത്. ചരിത്രം തുറക്കുന്നതിന് മുമ്പേ പ്രകൃതി അവർക്കായി നൽകിയത്. ഗസയെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും ഇതൊരു പുസ്തകമാക്കി ഇറക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം നമുക്കറിയാം. ഗസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും കൊല്ലപ്പെടുന്നത്. അതിന്റെ കാരണങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയേണ്ടതുണ്ടല്ലോ എന്ന ഒരു ആലോചനയിൽ നിന്നാണ് ഇതൊക്കെ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്.